നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർട്ട്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ സൂര്യനെല്ലിയിൽ പിതാവ് മകനെ വെടിവെച്ചു. വെടിയേറ്റത് സൂര്യനെല്ലി സ്വദേശി ബിനുവിന്. പിതാവ് അച്ഛൻ കുഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ. രാജാക്കാട് വൻ കഞ്ചാവ് വേട്ട. 6.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശികളായ 2 പേരെ രാജാക്കാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള കഞ്ചാവ് മൊത്ത വ്യാപാര സംഘത്തിലെ അംഗങ്ങളെന്ന് പോലീസ്. നാളെ കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനി ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഇടുക്കി, വയനാട് ജില്ലകളെ കാലവർഷം കൈവിട്ടു. ജൂലൈ പകുതിയാകുമ്പോഴും മഴയുടെ അളവിൽ വൻ കുറവ്. സംസ്ഥാനത്താകെ 24% മഴക്കുറവ്. വാർത്തകൾ വിശദമായി. മൂന്നാർ സൂര്യനെല്ലിയിൽ പിതാവ് മകനെ വെടിവെച്ചു. സൂര്യനെല്ലി സ്വദേശി അച്ഛൻ കുഞ്ഞാണ് മകൻ ബിനുവിനെ ലൈസൻസ് ഇല്ലാത്ത തോക്കിന് വെടിവെച്ചത്. അച്ഛൻ കുഞ്ഞിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ബിനുവിനെ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 10:30 സംഭവം. അച്ഛൻ കുഞ്ഞിന്റെ റിസോർട്ട് ജീവനക്കാരനായ ഇളയ മകന്റേത് പ്രണയവിവാഹമായിരുന്നു. അവിവാഹിതനായ ബിനുവിന് തുടക്കം മുതലേ ഈ ബന്ധം ഇഷ്ടമായിരുന്നില്ല. സംഭവ ദിവസം രാത്രി അനുജൻ ജോലിക്ക് പോയ സമയത്ത് ഇയാൾ പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കി. ഇത് കണ്ടുനിന്ന പിതാവ് വഴക്ക് അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അനുസരിച്ചില്ല. പ്രകോപിതനായ പിതാവ് ഇതേ തുടർന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് മകനു നേരെ നിറയൊഴിക്കുകയായിരുന്നു. വെടിയേറ്റ് വീണ ബിനുവിനെ അയൽക്കാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ആക്രമണത്തിന് ശേഷം അച്ഛൻ കുഞ്ഞ് ഒളിവിൽ പോയി. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി തോക്ക് കസ്റ്റഡിയിലെടുത്തു. രാജാക്കാടിൽ വൻ കഞ്ചാവ് വേട്ട. 6.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശികളായ 2 പേരെ രാജാക്കാട് പോലീസ് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നുള്ള കഞ്ചാവ് മൊത്ത വ്യാപാര സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായത്. തമിഴ്നാട് കന്യാകുമാരി ആളൂർ സ്വദേശി സുഭാഷ്, തേനി സ്വദേശി ബാബു എന്നിവരെയാണ് രാജാക്കാട് പോലീസ് കഞ്ചാവുമായി പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കോതമംഗലത്തേക്ക് കടത്താനായിരുന്നു ശ്രമം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം രാജാക്കാട് കലിംഗ് സിറ്റിക്ക് സമീപത്ത് വെച്ച് ബസിൽ പരിശോധന നടത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കൊച്ചി റേഞ്ച് പോലീസ് റേഞ്ച് IG വിജയൻ സാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സൂപ്രണ്ടായി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ബിനുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വലിയൊരു കഞ്ചാവ് മാഫിയെ തന്നെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. പൂപ്പാറ കേന്ദ്രീകരിച്ചും മറ്റു രാജാക്കാടിന്റെ വിവിധ ഏരിയ കേന്ദ്രീകരിച്ചും കഞ്ചാവ് സുലഭമായി ലഭ്യമാക്കി നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട SP-യുടെ പ്രത്യേകമുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സ്ക്വാഡുണ്ടാക്കി. അതിനുവേണ്ടി പ്രത്യേകം ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് അത്യാവശ്യം ഒരു 6.5 കിലോ കഞ്ചാവ് നമുക്ക് പിടിക്കാൻ സാധിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്ക് കഞ്ചാവ് എത്തുന്നതിന് തടയിടുന്നതിനു വേണ്ടി വാഹന പരിശോധനയടക്കം ശക്തമാക്കിയിരുന്നു. രാജാക്കാട് SI PD അനൂപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PP ഷാജി, സഞ്ജയ് P മങ്ങാട്ട്, PS നവാസ്, അനീഷ്, രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആദിവാസി മേഖലകളിൽ ലഹരി ഉപയോഗം കുറയ്ക്കാനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്താനും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ 20 തസ്തികകൾ സൃഷ്ടിച്ചു. നിലമ്പൂരിലും ദേവികുളത്തും ഓരോ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് രൂപീകരിക്കാനും ഉത്തരവായി. സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ ദേവികുളം, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്നീ ആദിവാസി മേഖലകളിൽ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സ്ഥാപിച്ച് നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് എക്സൈസ് വകുപ്പിൽ 32 തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് പരാമർശ കത്ത് പ്രകാരം എക്സൈസ് കമ്മീഷണർ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും ഇടുക്കി ജില്ലയിലെ ദേവികുളത്തും ലഹരി ഉപഭോഗം കുറയ്ക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും എക്സൈസ് ഉദ്യോഗസ്ഥരുടെ 20 തസ്തികകൾ സൃഷ്ടിച്ചു. ഓരോ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവുമായി കേരള സർക്കാരാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 2 സർക്കിൾ ഇൻസ്പെക്ടർ, 4 എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ, 10 സിവിൽ എക്സൈസ് ഓഫീസർ, 2 എക്സൈസ് ഡ്രൈവർ, 2 പാർട്ട് ടൈം സ്വീപ്പർ എന്നിങ്ങനെയാണ് തസ്തികകൾ. നാളെ കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനി ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിന്റെ നാളുകളാണ്.
വറുതിയുടെയും കഷ്ടപ്പാടിന്റെയും കാലമായ കർക്കിടകത്തിൽ നന്മയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ നാളെ മലയാളികൾ രാമായണ പാരായണം തുടങ്ങും. ഇനി കർക്കിടക മാസം മുഴുവൻ രാമായണ മാസമാണ്. വീടുകളിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളിലും ഇനി രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഈ കർക്കിടക മാസത്തിൽ രാമായണ കഥ മുഴുവൻ വായിച്ചു തീർക്കുന്നത് പുണ്യമാണെന്നാണ് മലയാളികളുടെ വിശ്വാസം. പരേതാത്മാക്കളുടെ അനുഗ്രഹത്തിനായി വാവുബലി നൽകുന്ന കാലം കൂടിയാണ് കർക്കിടകം. തമിഴ്നാട്ടിൽ ആടിമാസമായാണ് ഇത് അറിയപ്പെടുന്നത്. അമ്പാൾ ദേവതയ്ക്ക് വേണ്ടി അവിടെയും പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടത്തും. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിന്റെ തുടക്കമായ നാളെ പ്രത്യേക പൂജകൾ നടക്കും. രോഗങ്ങളുടെ കാലമായതിനാൽ കർക്കിടകത്തിൽ മലയാളികൾ പ്രത്യേകമായ ഔഷധക്കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്ന പതിവുണ്ട്. രോഗങ്ങൾക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനാണ് മരുന്ന്. ചൊല്ലുവൻ പങ്കമില്ലാമകലും പല ജാതിയും. ഇടുക്കി, വയനാട് ജില്ലകളെ കാലവർഷം കൈവിട്ടു. ജൂലൈ പകുതിയാകുമ്പോൾ മഴയുടെ അളവിൽ വൻ കുറവാണ്. സംസ്ഥാനത്താകെ 24% മഴ കുറഞ്ഞതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കാലവർഷമെത്തി 1.5 മാസം പിന്നിടുമ്പോൾ മഴ കാത്തിരിക്കുകയാണ് ഇടുക്കി. ജലസംഭരണികളുടെ നായ ഇടുക്കിയിൽ 38% മഴ കുറഞ്ഞത്. വരും മാസങ്ങളിലെങ്കിലും നല്ല മഴ കിട്ടുമെന്ന പ്രതീക്ഷ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കൈവിട്ടിട്ടില്ല. 63% മഴയുടെ കുറവാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാലാവസ്ഥാ മാറ്റമാണോ മഴ ചതിക്കാൻ കാരണമായതെന്ന് വ്യക്തമല്ല. ഇനി കർക്കിടകം പിറക്കുമ്പോഴെങ്കിലും മഴ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്, ഇടുക്കി ജില്ലകൾ. സംസ്ഥാനത്ത് ഈ കാലയളവിൽ 963 മില്ലിമീറ്റർ മഴയാണ് കിട്ടേണ്ടത്. ലഭിച്ചതാകട്ടെ 736. 24% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും വിളനാശവും കാലാവസ്ഥാ വ്യതിയാനവും പരിഗണിച്ച് ജില്ലയിലെ കർഷകരുടെ കാർഷികേതര വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയും പഞ്ചാബും എടുത്ത തീരുമാനം കേരള ഗവൺമെന്റ് കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയും പഞ്ചാബും എടുത്ത തീരുമാനം കേരള ഗവൺമെന്റും കൈക്കൊള്ളണം. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത തകർച്ചയെയാണ് കർഷകർ നേരിടുന്നത്. കാർഷിക വിളകളുടെ ഉത്പാദന ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൃഷി നഷ്ടത്തിലാണ്. ഇതോടൊപ്പം 38% മഴക്കുറവും കൃഷിയെ സാരമായി ബാധിച്ചു. വളങ്ങളുടെയും കീടനാശിനികളുടെയും വില വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഗവൺമെന്റും തയ്യാറാകുന്നില്ലെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ഇടുക്കി MP ജോയിസ് ജോർജ് ഈ സ്പൈസസ് ബോർഡ് ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ട് അത് പാർലമെന്റിൽ കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കർഷകരായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് MP വെച്ചു പുലർത്തുന്നത്. കർഷകർ എടുത്തിരിക്കുന്ന ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ എഴുതിത്തള്ളുകയോ പലിശരഹിത വായ്പകളാക്കി മാറ്റുകയോ ചെയ്യണം. കടാശ്വാസ കമ്മീഷൻ 2017 മാർച്ച് വരെയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണം. സ്പൈസസ് ബോർഡ് വഴി കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയിട്ടും ഇതിനെതിരെ ശബ്ദിക്കുവാൻ ഇടുക്കി MP തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് KR സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി MN ഗോപി, S ജ്ഞാനസുന്ദരം, ജോയി ഉലഹന്നാൻ, ഷിഹാബുദ്ദീൻ യൂസഫ്, KR രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നടത്തിയ വോളിബോൾ, കബഡി മത്സരങ്ങളിൽ അഴിമതി നടന്നതായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ. ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരമൊരുക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെടുങ്കണ്ടം പൌരാവലിയും മർച്ചന്റ് അസോസിയേഷൻ, വിവിധ സന്നദ്ധ സംഘടനകൾ, ഗ്രാമപഞ്ചായത്ത് എന്നിവ ചേർന്നാണ് കഴിഞ്ഞ മെയ്യിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മുഴുവൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അടങ്ങിയ സംഘാടക സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സര നടത്തിപ്പിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് യാതൊരുവിധ സാമ്പത്തിക ചെലവുകളും ഉണ്ടായിട്ടില്ല. ടൂർണമെന്റിന് ശേഷം സംഘാടക സമിതി വിളിച്ചു ചേർത്ത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആരോപണം ഉന്നയിച്ച വ്യക്തി സ്വകാര്യ പരിപാടികൾക്കായി സ്റ്റേഡിയം ആവശ്യപ്പെട്ടിരുന്നു. കായിക മത്സരങ്ങൾക്കല്ലാതെ സ്റ്റേഡിയം നൽകരുതെന്ന് കർശന നിർദ്ദേശം ഉള്ളതിനാൽ സ്റ്റേഡിയം ഇയാൾക്ക് വിട്ടു നൽകിയിരുന്നില്ല. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവിരോധമാണ് അഴിമതി ആരോപണത്തിന് പിന്നിലെന്നും സംഘാടക സമിതി ഭാരവാഹികൾ ആരോപിച്ചു. മുഴുവൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അടങ്ങിയ സംഘാടക സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മത്സര നടത്തിപ്പിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് യാതൊരുവിധ സാമ്പത്തിക ചെലവുകളും ഉണ്ടായിട്ടില്ല. പരിപാടി സംഘടിപ്പിക്കുന്നവരുടെ ആത്മവിശ്വാസം തകർത്ത് വരും വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാതിരിക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. സ്വകാര്യ പരിപാടികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എസ് ജ്ഞാനസുന്ദരം, മറ്റു ഭാരവാഹികളായ ടി.എം. ജോൺ, കെ.ആർ. സുകുമാരൻ നായർ, എം.എൻ. ഗോപി, സജീവാർ നായർ, അനിൽ കട്ടുപാറ, എം.എസ്. ഷാജി, സി.എം. വിൻസെന്റ്, ഷിഹാബുദ്ദീൻ യൂസഫ്, കെ.ആർ. രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. നഴ്സുമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് യുവമോർച്ച മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര നിബന്ധനകൾ പാലിക്കുക, സുപ്രീംകോടതിയുടെ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി വി.എസ്. രതീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് വി.എസ്. രതീഷ് ആവശ്യപ്പെട്ടു. തൊഴിലാളികളോട് കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കാത്ത ഗവൺമെന്റാണ്. മാനേജ്മെന്റുകളുമായി ഒത്താശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ താല്പര്യമെന്ന് നമുക്ക് കഴിഞ്ഞ ഓരോ നടപടികളിലൂടെയും എടുത്ത തീരുമാനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എസ്മ കാണിച്ച് പേടിപ്പിച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിലെ ജയിലുകൾ നിറയ്ക്കുമെന്ന് പറഞ്ഞ UNA-യുടെ പ്രവർത്തകരോടൊപ്പമാണ് യുവമോർച്ച. അതങ്ങനെ തന്നെ ആയിരിക്കും. യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് അനന്തു മങ്ങാട്ടിൽ അധ്യക്ഷനായിരുന്നു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ടി.എച്ച്. കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി ജിൻസ് ജോൺ, നേതാക്കളായ ഷിബു വിളയിൽ, സുരേഷ് വണ്ടൻമേട്, സനൽ കട്ടപ്പന തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂനിയർ റെഡ് ക്രോസ് അധ്യാപക പരിശീലന പരിപാടി കട്ടപ്പനയിൽ നടന്നു. റോഷി അഗസ്റ്റിൻ MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ രംഗത്തും അതോടൊപ്പം തന്നെ ശുചിത്വ പരിപാലനത്തിലുമെല്ലാം ഒരു സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ കഴിയുന്ന പ്രേരണയും അതിനനുസരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അധ്യാപക സംഗമത്തിൽ ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ടി മാളിയക്കൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ PU പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. JRC ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജോസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് MK ഓമന, കൌൺസിലർ ഗീതാ ആർ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വർഗീസ് വെട്ടിയാങ്കൽ, ജോയിന്റ് സെക്രട്ടറി മിനിമോൾ അഗസ്റ്റിൻ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ജോർജ് ജേക്കബ് തുടങ്ങിയവർ വിവിധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. സബ് ജില്ലകൾ തിരിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. സമാപന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഭോഗീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് റീസൺ ബി ജോസഫ് അധ്യക്ഷനായിരുന്നു. കൊച്ചുറാണി ജോർജ്, ബിജു അഗസ്റ്റിൻ, N പ്രജീത, ബെറ്റ്സി ജോസ്, T രജനി, N വിജയകുമാർ, അന്നക്കുട്ടി CV, മാത്തുക്കുട്ടി വർഗീസ്, പ്രിയ പ്രഭാകരൻ, MD സെബാസ്റ്റ്യൻ, റീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന, മൂന്നാർ, നെടുങ്കണ്ടം, പീരുമേട് സബ് ജില്ലകളിലെ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലെ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഓരോന്നിൽ നിന്നും ഓരോ അധ്യാപക പ്രതിനിധികൾ വീതമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കുമളിക്ക് സമീപം ഇറച്ചിൽ പാലത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. റോഡിനരികെയുള്ള വെള്ളച്ചാട്ടമാണ് മുഖ്യ ആകർഷണം. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ കുമളിയിൽ നിന്ന് 2 വളവുകളുടെ ദൂരം മാത്രമേ ഇറച്ചിൽ പാലത്തിലേക്കുള്ളൂ. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം കുത്തി ഒലിക്കുന്നതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ശക്തമായി വെള്ളം വീഴുന്നതിന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങും. വിദേശ വിനോദസഞ്ചാരികൾക്ക് പുറമെ മലയാളികളും ഈ ദൃശ്യം ആസ്വദിക്കാനെത്തുന്നു. അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന ടാക്സി ജീപ്പുകളുടെ പ്രധാന പോയിന്റും ഇറച്ചിൽപ്പാലത്താണ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ സുരക്ഷാ വേലികളും ശക്തമാക്കി. അപകടം മറന്ന് ഫോട്ടോ സെക്ഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സുരക്ഷ ശക്തമാക്കാൻ തമിഴ്നാടിനെ പ്രേരിപ്പിച്ചത്. നാടക പ്രവർത്തക കൂട്ടായ്മയായ നാടക് ജില്ലാ പ്രവർത്തക യോഗം കട്ടപ്പനയിൽ നടന്നു. നാടക് സംസ്ഥാന സെക്രട്ടറി J. ശൈലജ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടക് ജില്ലാ പ്രവർത്തക യോഗം കട്ടപ്പന ദർശന ഹാളിൽ വെച്ചാണ് നടന്നത്. നാടക് സംസ്ഥാന സെക്രട്ടറിയും നാടക പ്രവർത്തകയുമായ J. ശൈലജ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കയ്യിൽ 1000 ചോദ്യമുണ്ട്. 1000 ചോദ്യം ചോദിക്കാൻ ആണ് നമ്മളിങ്ങനെ ഒരു സംഘടന ഉണ്ടായിരിക്കുന്നത്. കേവലം ചോദ്യം മാത്രമല്ല, കൃത്യമായ ഉത്തരവും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം എന്ന സംസ്ഥാനം അതിന്റെ രാഷ്ട്രീയം പറയുന്നിടത്ത് നാടകത്തെ ഒരിക്കലും ആർക്കും മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല, ഇനി പറ്റുകയുമില്ല. നാടകത്തെ സ്നേഹിക്കുന്ന 100 കണക്കിന് 1000 ആളുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു നാടകം ചെയ്ത ആൾ പോലും ആ അനുഭവം, 10 സിനിമയിൽ അഭിനയിച്ച ഒരാളാണെങ്കിൽ പോലും ഒരു നാടകത്തിൽ ചെയ്ത ആ അനുഭവത്തെ പറയുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം,
ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, ഭാഷയിൽ വരുന്ന മാറ്റം, അദ്ദേഹത്തിന് പ്രായം മറക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രോഗം മറക്കുന്നു, ജീവിതാവസ്ഥകൾ മറക്കുന്നു. എന്തോ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ശക്തിയുള്ള കലയാണ് നാടകം. ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു. നാടകവും നാടക പ്രവർത്തകരും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു. നാടക് സംസ്ഥാന ട്രഷറർ അമൽ രാജ്, സജി തുളസിദാസ്, കാഞ്ചിയാർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നാടക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി കാഞ്ചിയാർ രാജൻ, സെക്രട്ടറിയായി ഇ ജെ ജോസഫ്, ട്രഷററായി കെ സി ജോർജ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. കട്ടപ്പന ജനമൈത്രി ഹാളിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ കെ എം സന്തോഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കട്ടപ്പന ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വാസൻ ഐ കെയറുമായി ചേർന്നിട്ട് പൊതുജനങ്ങൾക്ക് അവരുടെ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം വെച്ചിട്ട് അവർക്ക് ഹോസ്പിറ്റലോ മറ്റൊക്കെ പോയി ചികിത്സ തരാൻ കഴിയാത്ത ആളുകൾക്ക് അവരുടെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് വാസൻ ഐ കെയറുമായി ബന്ധപ്പെട്ട്. ഇതിനകത്ത് മെഡിസിനുകളൊക്കെ സൗജന്യമാണ്. കണ്ണാടിയും മറ്റ് സംഭവങ്ങളൊക്കെ മിനിമം റേറ്റിന് അവർ കൊടുക്കാമെന്നിട്ടുണ്ട്. ഇത് ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഞങ്ങളൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. കട്ടപ്പന ജനമൈത്രി പോലീസിന്റെയും തേനി വാസൻ ഐ കെയർ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കട്ടപ്പന ജനമൈത്രി ഹാളിൽ നടന്ന ക്യാമ്പിൽ തേനി വാസൻ ഐ കെയർ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ പി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ക്യാമ്പിൽ ചികിത്സ തേടിയതിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് വാസൻ ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നൽകും. കട്ടപ്പന ഡിവൈഎസ്പി എൻ സി രാജ്മോഹൻ, സിഐ വി എസ് അനിൽകുമാർ, ജനമൈത്രി എസ്ഐ ജോയ്സ് അപ്രേം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. കട്ടപ്പന വെള്ളയംകുടി മന്തിക്കാനം റോഡ് ഐശ്വര്യ SHG പ്രവർത്തകർ നന്നാക്കി. 1.5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സംഘാംഗങ്ങൾ റോഡ് നന്നാക്കിയത്. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ നിന്ന് മന്തിക്കാനം വരെയുള്ള റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലം കാണാതെ വന്നതിനെ തുടർന്നാണ് ഐശ്വര്യ SHGയുടെ നേതൃത്വത്തിൽ റോഡ് നന്നാക്കിയത്. റോഡിന് ഇരുവശത്തുമുള്ള കുഴികൾ കല്ലിട്ട് നിരത്തി. 1.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് സംഘാംഗങ്ങൾ റോഡിൽ പണി നടത്തിയത്. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടന്നിരുന്നത്. ഒരുപാട് ദിവസം പണിയെടുത്താണ് ഈ വഴി നന്നാക്കിയത്. അത് വീണ്ടും പോയി റോഡിന്റെ 2 സൈഡ് ഇല്ലാതായി. 10 അടി വീതിയുള്ള ഒരു ടാറിംഗ് റോഡാണിത്. ഇപ്പൊ 7 അടി പോലും ഇല്ല. അപ്പോൾ ഇത് വണ്ടിക്കാർ ഒരു കാരണവശാലും ഇവിടുന്ന് മാറുകയില്ല, നാട്ടുകാരും മാറ്റുകയില്ല. ഇതിലെ പരിചയമില്ലാത്തൊരു വണ്ടിക്കാരനെ ഇതിലെ വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സൈഡ് മാറിത്തരാൻ തയ്യാറല്ല. അവരുടെ വണ്ടിയുടെ അടിയിടിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ദയവായ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ നാടിന്റെ വികസനങ്ങൾ മുന്നിൽ കണക്കുകൂട്ടി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇത് 2 മെമ്പർമാരുടെ റോഡാണ്, 6-ാം വാർഡും 5-ാം വാർഡും. അവരാരും ശ്രദ്ധിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്തതിനു ശേഷം പിന്നീട് യാതൊരു പണിയും ഇവിടെ നടത്തിയിട്ടില്ല. 15 വർഷമായി പ്രവർത്തിക്കുന്ന ഐശ്വര്യ SHG മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. സംഘം പ്രസിഡന്റ് KU ജോസഫ്, മനോജ് എബ്രഹാം, സലേഷ് ജോസഫ്, റോബിൻ ജോസഫ് തുടങ്ങിയവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പത്തുചെയിൻ മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 21-ന് മാട്ടുക്കട്ടയിൽ കർഷക കൂട്ടായ്മ നടക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കർഷക കൂട്ടായ്മകളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. കാട്ടാന ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളും സിംഗകണ്ടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ സുനിൽകുമാറിന്റെ വീടും 20-ാം തീയതി ഉമ്മൻചാണ്ടി സന്ദർശിക്കും. തുടർന്ന് വൈകുന്നേരം 4-ന് രാജകുമാരിയിൽ നടക്കുന്ന കർഷക കൂട്ടായ്മ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ഇരട്ടയാർ, കൊന്നത്തടി, വെള്ളത്തൂവൽ എന്നിവിടങ്ങളിലെ പത്തുചെയിൻ മേഖലയിലെ കർഷകരുടെ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന അമ്പലക്കവല SNDP ശാഖയിലെ ധർമ്മോത്സവം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും സർവൈശ്വര്യ പൂജയും നടന്നു. SNDP യോഗം 1236-ാം നമ്പർ കട്ടപ്പന ശാഖയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മെയ് 21-ാം തീയതി ആരംഭിച്ച ധർമ്മോത്സവം എന്ന പരിപാടിയാണ് സമാപിച്ചത്. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും കുടുംബ സർവൈശ്വര്യ പൂജയും നടന്നു. കുടുംബസംഗമം മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് വിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജാതി വേണ്ട, മതം വേണ്ട, പക്ഷേ അവനവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈശ്വര ആരാധനയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ആത്മീയമായും ഭൗതികമായും ഉണർവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈശ്വരാരാധന നടത്തട്ടെ. അവരവരുടെ വിശ്വാസപ്രകാരം അവരവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ പോയി മുടങ്ങാതെ ഈശ്വരനെ പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ തിരിച്ചറിവെന്ന് നമുക്കുണ്ടായിരിക്കുന്നു. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. ധർമ്മോത്സവ സന്ദേശം യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ നൽകി. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ, SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് PR മുരളീധരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സർവൈശ്വര്യ പൂജയ്ക്ക്
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എം.എൻ. ഗോപാലൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ IAS വിജയി അർജുൻ പാണ്ഡ്യനെ ആദരിച്ചു. റോഷി അഗസ്റ്റിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള അവസരങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മൾ വേദികൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തലത്തിലും വിദ്യാർത്ഥികൾ മുൻപന്തിയിലേക്ക് വരുന്നു എന്നുള്ളതും സാധാരണമാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവർക്ക് താരതമ്യേന ട്രെയിനിങ്ങും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഇടുക്കി സജ്ജമാവുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കപ്പുറത്ത് ഇടുക്കിയിൽ നമ്മൾ ആരംഭിക്കാൻ ലക്ഷ്യം വെച്ച സിവിൽ സർവീസ് അക്കാദമി നമുക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കാതെ വന്നു. നമ്മൾ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന സയൻസ് ബ്ലോക്ക് 5 കോടി രൂപയുടെ കെട്ടിടമാണ്. അതിൽ സിവിൽ സർവീസ് അക്കാദമിക്ക് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണത്തോടുള്ള കെട്ടിട നിർമ്മാണം അതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരവും ചെങ്ങന്നൂരും പാലക്കാടും മൂവാറ്റുപുഴയും കോഴിക്കോട് ഉൾപ്പെടെ 5 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ സിവിൽ സർവീസ് അക്കാദമി. ഇടുക്കി അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കിയുടെ IAS വിജയ് അർജുൻ പാണ്ഡ്യനെ കട്ടപ്പന റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് ആദരിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് വൈസ് പ്രസിഡന്റ് ടോം എടയോടി അധ്യക്ഷനായിരുന്നു. റോട്ടറി ക്ലബ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ബൈജു എബ്രഹാം, കുവൈറ്റ് അസോസിയേഷൻ സെക്രട്ടറി ഷംല ബിജു, ജിജോ ഏനാമറ്റം, റോയി ചുണ്ടിയിൽ, സന്തോഷ് ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അർജുൻ പാണ്ഡ്യൻ മറുപടി പ്രസംഗവും നടത്തി. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വയം റീത്ത് സമർപ്പിച്ച് നടുറോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഉദയഗിരി സ്വദേശി കാഞ്ഞിരപ്പാറയിൽ സജിയാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയത്. കുമരകം കമ്പം സംസ്ഥാന പാതയുടെ ഭാഗമായ തോപ്രാംകുടി പുഷ്പഗിരി റോഡ് തകർന്ന് ഗതാഗതം താറുമാറായിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഉദയഗിരി സ്വദേശി കാഞ്ഞിരപ്പാറയിൽ സജി സ്വയം റീത്ത് സമർപ്പിച്ച് റോഡിലെ കുഴിയിൽ കിടന്ന് ഏകാത്മക സമരം നടത്തിയത്. PWDക്ക് ആദരാഞ്ജലികൾ, റോഡിലെ കുഴികൾക്കും ഞങ്ങൾ ടാക്സ് കൊടുക്കണമോ തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ സമീപത്ത് വെച്ച് നടുറോഡിൽ വെള്ളപുതച്ച് റീത്തും വെച്ച് കിടന്നാണ് സജി പൊതുമരാമത്ത് വകുപ്പിനോടുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചത്. 5 വർഷം ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിനെപ്പറ്റി ഇത് നന്നാക്കുന്നതിനെ പറ്റി ഒരു നടപടിയില്ല. തോപ്രാംകുടി മുതൽ പുഷ്പഗിരി വരെയുള്ള റോഡ് അതിദയനീയാവസ്ഥയിലാണ് ഇപ്പം നിലവിൽ കിടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തങ്കമണി റോഡ്, ഈ ഓട്ടോറിക്ഷക്കാരെ ഞങ്ങൾ ഈ ഇതിലൂടെ വണ്ടി ഓടിക്കുന്നതിൽ ഇതിന് ടാക്സ് അടയ്ക്കണം. ഈ കുഴികൾക്കും ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ പോലീസുകാരുടെ പരിപാടി വേറെ. ഇവർ ഈ കുഴി സൈഡിൽ തന്നെയാണ് വന്ന് കിടന്ന് ഞങ്ങളെ ഈ എട്ടുകാലി ഇരിക്കുന്ന പോലെ ഇരുന്ന് പിടിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഇത്രയും ടാക്സ് മേടിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വണ്ടി ഓടുന്ന വഴിയായത്. ടാക്സ് അടച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും. അതിന് പെറ്റി അടയ്ക്കണം. ഈ കുഴികൾ ഓടുന്ന പൈസ കൊണ്ടാണ് ഈ പെറ്റി അടയ്ക്കുന്നത്. ഈ കുഴിക്ക് ഞങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇതാണ് സർക്കാരിനോടോ അല്ലെങ്കിൽ MLAയോടോ MP യോടോ നമുക്ക് ചോദിക്കാനുള്ളത്. സജിക്ക് പിന്തുണയുമായി വഴിയാത്രക്കാരും ഒപ്പം ചേർന്നു. ഇത് തന്റെ സൂചനാ സമരമാണെന്നും റോഡ് നന്നാക്കുവാൻ വൈകിയാൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റോഡ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സജി മുന്നറിയിപ്പ് നൽകി. ബാലസംഘം മേഖലാ സമ്മേളനം കുമളിയിൽ നടന്നു. കുമളി മേഖലയിലെ 10 യൂണിറ്റുകളിൽ നിന്നുമുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുമളി ഹോളിഡേ ഹോമിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കുമളി മേഖലയിൽ ബാലസംഘത്തിന്റെ 10 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ യൂണിറ്റുകളിൽ നിന്ന് 100ഓളം കുട്ടികൾ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിജു രഘു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അലീന സിംസൺ അധ്യക്ഷയായിരുന്നു. ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് ആരംഭിക്കാൻ കുട്ടികൾ തയ്യാറാവണമെന്ന് ഷിജ രഘു പറഞ്ഞു. സമ്മേളനത്തിൽ TC രാജപ്പൻ, TC തോമസ്, MK രവി, NA വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗായത്രി സിൽക്സിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. റേഡിയോ ജോക്കി ശംഭു ശശി നറുക്കെടുപ്പ് നിർവഹിച്ചു. കട്ടപ്പന ഗായത്രി സിൽസിന്റെ 7ാമത് ആഴ്ചയിലെ നറുക്കെടുപ്പാണ് നടന്നത്. നറുക്കെടുപ്പിൽ കട്ടപ്പന വെള്ളയാങ്കുടി കുന്നൽ സണ്ണി തോമസ് വിജയിയായി. കഴിഞ്ഞ ആഴ്ചയിലെ വിജയിയായ ഉപ്പുതറ വിജയത്തിൽ റൂണാകസിനു വേണ്ടി സഹോദരി നീലിമ യമഹറയുടെ താക്കോൽ ഏറ്റുവാങ്ങി. വസ്ത്രങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും എല്ലാ ശനിയാഴ്ചകളിലും വിജയിയെ കണ്ടെത്തി യമഹറ സ്കൂട്ടറാണ് സമ്മാനമായി നൽകുന്നത്. ബെമ്പർ നറുക്കെടുപ്പിലെ വിജയിക്ക് ഹുണ്ടായി ഇയോൺ കാറും സമ്മാനമായി നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പ്രപഞ്ചത്തിൽ വിസ്മയ കാഴ്ചകൾ ഒരുപാടുണ്ട്. അത്തരമൊരു കാഴ്ചയാണ് ഇന്നത്തെ നേർക്കാഴ്ചയിൽ. പച്ചില പോലെ ഇരിക്കും ഈ ജീവി. 6 കാലുകൾ, 2 പച്ചിലകൾ അടുക്കി വെച്ചിരിക്കുകയാണെന്നേ കക്ഷിയെ കണ്ടാൽ തോന്നും. ശരീരം മാത്രമല്ല, കൈകളും കാലുകളുമെല്ലാം ഇല പോലെ തന്നെ. ചിറകുണ്ടെങ്കിലും ഈ കക്ഷി പറക്കില്ല. കട്ടപ്പന കുന്തളംപാറ ആരുശ്ശേരിൽ വിജയന്റെ വീടിനു സമീപമാണ് പച്ചില ജീവി വിരുന്നെത്തിയത്. എനിക്കൊരു കൗതുകം പോലെ തോന്നി. ഈ ചിറകൊക്കെ വിടുത്തി ഇതിങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം നോക്കി. ഇത് വിടുത്തി ഇങ്ങനെ വെച്ചാൽ പോലും ഇത് കണ്ടോ, ഇത് ജീവിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആൾക്കാരെന്നോട് പറഞ്ഞു ഇത് ചുമ്മാ കളിപ്പീരാന്ന്. ഇത് കണ്ടോ, കളിപ്പീരൊന്നുമല്ല. എനിക്കിങ്ങനെയുള്ളൊരു സാധനത്തിനോട് ഒരു താല്പര്യം തോന്നുന്നുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി ഞാൻ പിടിച്ചോണ്ട് വന്ന. മരത്തിലിരിക്കുന്നത് കണ്ടാൽ ഒരു ഇലയാണെന്ന് മാത്രമേ തോന്നൂ. പറക്കാൻ ശ്രമിക്കാതെ ഇത് ഇലകളിൽ നിന്ന് ഇലകളിലേക്ക് സാവധാനം ചാടും. ഈ പച്ചില ജീവി കുട്ടികൾക്കും മുതിർന്നവർക്കും കൗതുക കാഴ്ചയാവുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Puma, Woodland, Nike, Lee Cooper, Adidas, Fila, Bravo, Dokenmar, Spark, Bata തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാർ സൂര്യനെല്ലിയിൽ പിതാവ് മകനെ വെടിവെച്ചു. വെടിയേറ്റത് സൂര്യനെല്ലി സ്വദേശി ബിനുവിന്. പിതാവ് അച്ഛൻ കുഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ. രാജാക്കാട് വൻ കഞ്ചാവ് വേട്ട. 6.5 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശികളായ 2 പേരെ രാജാക്കാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള കഞ്ചാവ് മൊത്ത വ്യാപാര സംഘത്തിലെ അംഗങ്ങളെന്ന് പോലീസ്. നാളെ കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനി ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഇടുക്കി, വയനാട് ജില്ലകളെ കാലവർഷം കൈവിട്ടു. ജൂലൈ പകുതിയാകുമ്പോഴും മഴയുടെ അളവിൽ വൻ കുറവ്. സംസ്ഥാനത്താകെ 24% മഴക്കുറവ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.